ഒരനാഥനും എന്നാൽ ഗ്രാമത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനുമായ സോളമൻ സീത എന്ന ഹിന്ദു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. അവളുടെ കല്യാണ തലേന്ന് ഇരുവരും ഒളിച്ചോടി പോയി വിവാഹം കഴിക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവർക്കൊരു മകളുണ്ടാവുകയും എന്നാൽ പള്ളി പെരുന്നാളിന്റെ അന്ന് മകളെ കാണാതാവുകയും ചെയ്യുന്നു. അടുത്ത ദിവസം മകളുടെ മൃതദേഹം കണ്ടെത്തുകയും മരണത്തിന് മുന്നേ അവൾ ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നു. സീതയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഹെഡ് കോൺസ്റ്റബിളായ വരദനാണ് കുറ്റവാളിയെന്ന് എല്ലാവരും സംശയിച്ചു. എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിലാണ് മയക്കുമരുന്നിന് അടിമകളായ 2 ചെറുപ്പക്കാരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തുന്നതും അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ ഹാജരാക്കി. എന്നാൽ വലിയ പിടിപാടുള്ള പയ്യന്മാരായതുകൊണ്ട് തന്നെ വളരെ ഈസിയായി അവരെ കുറ്റവിമുക്തരാക്കി കോടതിക്ക് പുറത്തേക്ക് ഇറക്കി. എന്നാൽ ഇത് കണ്ട് സഹിക്കാൻ പറ്റാതായ സോളമൻ സീതയുടെ ആവശ്യപ്രകാരം അതിലൊരാളെ കൊന്നുകളയുന്നു. മറ്റേ പയ്യനെ കൊല്ലുന്നതിന് മുന്നേ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ പരോളിനായി പുറത്തേക്കിറങ്ങിയ സോളമൻ വീണ്ടും അവനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ നാട്ടുകാർ തടയുകയും SI സോമനാഥ് അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഭാര്യ സുജയുടെ പ്രസവത്തിനായി അവധി പോവാൻ നിൽക്കുകയായിരുന്നു സോമനാഥൻ. അദ്ദേഹത്തിന് 43 വയസ്സുണ്ട്. സുജയുടെ ആദ്യ 2 പ്രഗ്നൻസി അലസിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹവും കുടുംബവും വളരെ ആശങ്കയിലായിരുന്നു. ആ സമയത്താണ് സോളമന്റെ കേസ് വരുന്നതും സോളമന്റെ കഥകളൊക്കെ അറിഞ്ഞ സേതു അവനെ സമാധാനിപ്പിച്ച് ജയിലിലേക്ക് കൊണ്ടുപോയി. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ തന്റെ നഷ്ടം തിരിച്ചു കിട്ടില്ലല്ലോ എന്ന് തൽക്കാലത്തേക്ക് ആശ്വസിപ്പിച്ചു. അതേ നേരത്തെ തന്നെ സുജ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ആ സന്തോഷം പങ്കുവെക്കുന്നതിനായി സേതു സോളമനെ കാണാനായി വീണ്ടും ജയിലിലേക്ക് പോയി. അതിന്റെ കൂടെ വളരെ സന്തോഷത്തോടു കൂടി ഒരു പത്രവാർത്ത സോളമനെ നേരെ നീട്ടി. അവനെ കൊല്ലാൻ പറ്റാതിരുന്ന പയ്യൻ ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടിരിക്കുന്നു. ആ വാർത്ത വായിച്ച് വളരെ സന്തോഷത്തോടു കൂടി സോളമൻ പറഞ്ഞു, അവസാന 4 വർഷത്തെ ജയിൽവാസത്തിനിടെ ദൈവ എന്റെ പ്രാർത്ഥന ഇതുവരെ കേട്ടില്ലായിരുന്നു. ഇപ്പോൾ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒരു പെൺകുട്ടിയുടെ പിതാവായിരിക്കും. അത് കേട്ടതും സേതു നിശബ്ദനായി നടന്നുപോയി. ലച്ചുവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്തത് സേതു തന്നെയായിരുന്നു. ബൈക്കിൽ നിന്നും അവനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം അവന്റെ ഔദ്യോഗിക ജീപ്പ് അവന്റെ മേൽ ഇടിച്ചു കയറ്റി കൊലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ശിക്ഷാകാലാവധിയൊക്കെ കഴിഞ്ഞ് സോളമൻ ജയിൽ മോചിതനാവുകയും തന്നെ കാത്തിരുന്ന സീതയുമായി വീണ്ടും ഒന്നിക്കുകയും ചെയ്തു.